സ്നേഹവന്ദനം. 5 മുതൽ 7 വരെയുള്ള വചനങ്ങളെ നമുക്കിന്ന് പഠിക്കാൻ ശ്രമിക്കാം. ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും അവൻ്റെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതത്രേ എന്നും യഹോവ കണ്ടു. താൻ ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കുകകൊണ്ട് യഹോവ അനുതപിച്ചു. അതവൻ്റെ ഹൃദയത്തിന് ദുഃഖമായി. ഞാൻ സൃഷ്ടിച്ചിട്ടുള്ള മനുഷ്യനെ ഭൂമിയിൽ നിന്ന് നശിപ്പിച്ചു കളയും. മനുഷ്യനെയും മൃഗത്തെയും ഇഴജാതിയെയും ആകാശത്തിലെ പക്ഷികളെയും തന്നെ അവയെ ഉണ്ടാക്കുകൊണ്ട് ഞാൻ അനുതപിക്കുന്നു എന്ന് യഹോവ അരുളിച്ചെയ്തു. സങ്കടകരമായ ചില വാക്കുകളാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ദൈവം മനുഷ്യനെ ദൈവബന്ധമുള്ളവനായി സൃഷ്ടിച്ചു. മനുഷ്യൻ ദൈവം കൊടുത്ത തീരുമാനശേഷിയെ ദുരുപയോഗം ചെയ്ത് നന്മയ്ക്ക് പകരം തിന്മ തിരഞ്ഞെടുത്തു. അനുസരണത്തിന് പകരം അനുസരണക്കേട് അവൻ കാണിച്ചു. വിശ്വാസത്തിന് പകരം അവിശ്വാസം അവൻ്റെ ഹൃദയത്തിലുണ്ടായി. അങ്ങനെ ദൈവത്തിൽ നിന്നും ദൂരേക്ക് യാത്രയാരംഭിച്ച മനുഷ്യൻ പാപത്തിൽ നിന്ന് പാപത്തിലേക്ക്, പാപം പെരുകി ഒരു മനുഷ്യൻ പോലും, മരുന്നിന് പോലും ഒരു നല്ല വ്യക്തിയെ എടുക്കാനില്ലാത്ത നിലയിലേക്ക് ലോകം അധപ്പതിച്ചു പോയ ഒരു കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. ദൈവത്തിൻ്റെ കാഴ്ചയിൽ മനുഷ്യനിലേക്ക് നോക്കുമ്പോൾ അവൻ്റെ ഹൃദയ നിരൂപണങ്ങൾ എല്ലായ്പ്പോഴും ദോഷമുള്ളത് എന്ന് കാണുന്നു എന്നാണ്. മനുഷ്യൻ്റെ പാപപ്രവർത്തികളെ ദൈവം കാണുന്നു. എന്നാൽ ഈ പാപപ്രവർത്തികൾക്ക് പിറകിലുള്ള ഡൈനാമിക്സ് എന്താണ്, അതിൻ്റെ പിന്നിലുള്ള അടിയൊഴുക്കുകൾ എന്താണ്, അതിൻ്റെ പിന്നിലുള്ള കാരണം എന്താണ്, അതും ദൈവം വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. നാമും പാപത്തെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്, പാപമെന്ന് പറഞ്ഞാൽ മനുഷ്യർ ചെയ്യുന്ന കുറച്ച് പ്രവൃത്തികളോ പറയുന്ന മോശമായിട്ടുള്ള വാക്കുകളോ ആണ് എന്നതിനേക്കാൾ അതൊക്കെ പാപം തന്നെയാണ്, സംശയമില്ല. പക്ഷേ അതിൻ്റെ ഉറവിടം ഹൃദയ നിരൂപണങ്ങളാണ് എന്ന് ദൈവത്തിൻ്റെ വചനം വ്യക്തമാക്കുന്നു. എ മാൻ ഈസ് വാട്ട് ഹീ തിങ്സ്. ഒരു മനുഷ്യൻ എന്താണ് എന്ന് ചോദിച്ചാൽ അവൻ എന്ത് ചിന്തിക്കുന്നു എന്നതിൻ്റെ ആകെത്തുകയാണ് ഒരു മനുഷ്യൻ എന്ന് പറയാൻ കഴിയും. നന്മ ചിന്തിക്കുന്ന മനുഷ്യരുടെ ജീവിതത്തിൽ നിന്നും നന്മ ഉണ്ടാകും. തിന്മയെക്കുറിച്ച് ആലോചിക്കുന്ന മനുഷ്യരുടെ ജീവിതത്തിൽ നിന്നും തിന്മ ഉണ്ടാകും എന്നുള്ളത് ഒരു സാമാന്യ തത്വമാണ്. ഈ അധ്യായത്തിൻ്റെ തന്നെ 3-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ദൈവം പറയുകയാണ്, മനുഷ്യനിൽ എൻ്റെ ആത്മാവ് സദാകാലവും സമ്പാദിച്ചുകൊണ്ടിരിക്കുകയില്ല എന്ന് ദൈവം അരുളിച്ചെയ്ത് നമ്മൾ ശ്രദ്ധിച്ചതാണ്. ദൈവത്തിൻ്റെ ആത്മാവ് മനസാക്ഷിയിൽ സംസാരിക്കുന്ന ശബ്ദം മനുഷ്യൻ കേട്ടുകൊണ്ടിരുന്ന ഈ കാലഘട്ടത്തിൽ തിന്മയിൽ നിന്ന് അവനെ തിരിക്കുവാനായി ദൈവത്തിൻ്റെ ശബ്ദം ദൈവം നൽകിയിരുന്ന കാലഘട്ടത്തിൽ അതിനെയൊക്കെ മറികടന്നാണ് ഹൃദയ നിരൂപണങ്ങളുടെ ദോഷത്തിൽ നിന്ന് വീണ്ടും പാപകരമായ ചിന്തകൾ മാത്രം ചിന്തിച്ചു കൂട്ടി പാപത്തിൽ വളരുന്ന മനുഷ്യൻ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ മനുഷ്യൻ അങ്ങനെ ജീവിച്ചിരുന്നത് എന്നതും നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ്. മനുഷ്യൻ പാപം ചെയ്യുന്നത് നല്ലത് പറഞ്ഞു കൊടുക്കാൻ ആളില്ലാത്തതുകൊണ്ടല്ല. മനുഷ്യൻ തിന്മ പ്രവർത്തിക്കുന്നത് അവന് ശരിതെറ്റുകളെക്കുറിച്ച് യാതൊരു വിധത്തിലുള്ള ബോധ്യമില്ലാത്തത് കൊണ്ടുമല്ല. മനുഷ്യൻ തിന്മ പ്രവർത്തിക്കുന്നത് അവൻ ചിന്തിക്കുന്ന ചിന്തകളിൽ കൂടുതലും പാപം നിറഞ്ഞ ചിന്തകളായതുകൊണ്ടാണ് എന്ന് ദൈവവചനം വ്യക്തമാക്കുന്നു. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ നമുക്ക് സുപരിചിതമായ ഒരു വാക്യമായിരിക്കാം. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം മുഴുത്തിട്ട് മരണത്തെ പെറുന്നു എന്നാണ്. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വാക്കുകളിലും നമുക്ക് ഇതേ ആശയം തന്നെ കാണാം. മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 20 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കർത്താവ് പറയുന്നത്, പുറമേ നിന്ന് അകത്തേക്ക് പോകുന്നതല്ല, വായിലൂടെ അകത്തേക്ക് പ്രവേശിക്കുന്നതൊന്നുമല്ല മനുഷ്യനെ അശുദ്ധമാക്കുന്നത്. മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ദുർനടപ്പും അശുദ്ധിയും അങ്ങനെയുള്ള പാപങ്ങളാണ് മനുഷ്യനെ പാപിയാക്കി തീർക്കുന്ന, അല്ലെങ്കിൽ പാപം ചെയ്യിക്കുന്നത് എന്നാണ്. അപ്പം മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിലെ ചിന്തകളുടെ ക്വാളിറ്റി അവൻ്റെ ജീവിതത്തിൻ്റെ നിലവാരം നിർണ്ണയിക്കും എന്ന അടിസ്ഥാന തത്വം നമുക്കിവിടെ നിന്ന് പഠിക്കാനായിട്ട് സാധിക്കണം. പാപമെന്ന് പറഞ്ഞാൽ കേവലം പ്രവൃത്തികൾ മാത്രമല്ല, മനുഷ്യൻ്റെ ഹൃദയത്തിലെ ചിന്തകൾ പാപപങ്കിലമാണ്. അപ്പോൾ മനുഷ്യൻ്റെ ഹൃദയ നിരൂപണങ്ങൾ എല്ലായ്പ്പോഴും ദോഷമുള്ളത് എന്ന് കർത്താവ് കണ്ടുവെന്നാണ്. ഇവിടെ
ടോട്ടൽ ഡിപ്രാവിറ്റി, സമ്പൂർണ്ണ ധാർമ്മിക അധപ്പതനം സംഭവിച്ച മനുഷ്യനെയാണ് കാണുന്നത്. ആദമിൻ്റെ പാപം മനുഷ്യവർഗത്തിൻ്റെ മേൽ വരുത്തിവെച്ച ഭയാനകമായ അതിൻ്റെ ദുരന്ത ഫലങ്ങളാണ് ഇവിടെ തെളിഞ്ഞു വരുന്നത്. മനുഷ്യൻ സമ്പൂർണമായി അധപ്പതിച്ച അവസ്ഥയിലാണ്. മനുഷ്യൻ്റെ ശരീരത്തിൽ ജീർണത ബാധിച്ചു. മനുഷ്യൻ്റെ ഹൃദയ നിരൂപണങ്ങൾ എപ്പോഴും പാപമംഗിലമായി തീർന്നു, വ്യർത്ഥമായി തീർന്നു. മനുഷ്യൻ്റെ ആത്മാവ് ദൈവബന്ധം വേർപെട്ട് മരിച്ച അവസ്ഥയിലായി തീർന്നിരിക്കുന്നു. അങ്ങനെ ആകമാനം പാപത്തിൻ്റെ ദുരന്ത ഫലങ്ങൾ പേറുന്ന അവസ്ഥയിലാണ് ഓരോ ശിശുവും ഈ ലോകത്തിൽ ജനിക്കുന്നതും വളർന്ന് മുമ്പോട്ട് പോകുന്നതും. നോഹയുടെ കാലത്ത് വരുമ്പോൾ എല്ലാ മനുഷ്യരെക്കുറിച്ചും ദൈവത്തിന് പറയാനുള്ള കാര്യം ഇതാണ്: സകല മനുഷ്യരും ഒരുപോലെ പാപികളായി തീർന്ന് പാപത്തിൽ ജീവിക്കുന്ന, പാപത്തിൽ അനുദിനം വളർന്നു വരുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത് എന്നാണ്. പ്രിയമുള്ളവരെ, ഈ അവസ്ഥ ദൈവത്തിൻ്റെ ഹൃദയത്തിന് ദുഃഖമുണ്ടാക്കി എന്നും 7-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുകയാണ്. അവിടെ ദൈവം അനുതപിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. ദൈവം അനുതപിക്കുകയോ? അങ്ങനെ ഒരു ചോദ്യം പലരും ചോദിക്കാറുണ്ട്. അനുതപിക്കുന്ന ദൈവം സർവജ്ഞാനിയാണെങ്കിൽ മനുഷ്യനെ സൃഷ്ടിച്ചതിനെ ഓർത്ത് ദൈവം അനുതപിക്കേണ്ട കാര്യമുണ്ട്? അനുതപിക്കുക എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ചെയ്തു തെറ്റിപ്പോയി എന്ന് ചിന്തിക്കുന്നതാണ് എന്ന് നമ്മളൊക്കെ സാധാരണ പറയാറുണ്ട്. പക്ഷേ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ആ വാക്ക്, ആ പ്രയോഗത്തിൻ്റെ അർത്ഥം എന്താണ് എന്ന് വാസ്തവമായി നമ്മൾ ചിന്തിച്ചാൽ, നവ്കാം എന്ന് പറയുന്ന ഒരു എബ്രായ വാക്ക്, നവ്കാം. ഈ നവ്കാം എന്ന് പറയുന്ന ഈ വാക്കിന് ടു ഫീൽ സോറി, അതുപോലെ ഗ്രീവ് എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അതായത് വിഷമം തോന്നി, ദുഃഖമുണ്ടായി, വല്ലാത്ത ഹൃദയഭാരമുണ്ടായി, ഹൃദയവേദനയുണ്ടായി എന്നൊക്കെ നമുക്ക് ആ വാക്കിനെ തർജ്ജമ ചെയ്യാനായിട്ട് സാധിക്കും. ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിച്ചതുകൊണ്ട് ദൈവം വളരെയധികം ദുഃഖിച്ചു എന്നാണ്. വളരെയധികം ദുഃഖിച്ചു. കാരണം ഇങ്ങനൊരു അവസ്ഥയിൽ ജീവിക്കാൻ വേണ്ടി അല്ല ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. പക്ഷെ എന്നാൽ മനുഷ്യൻ തിരഞ്ഞെടുത്ത മാർഗം ദൈവത്തെ തള്ളിക്കളയുന്ന വഴികളാണ്, ദൈവത്തിൻ്റെ ഹൃദയത്തെ വേദനിപ്പിക്കുന്ന വഴികളായിരുന്നു. അപ്പോൾ മനുഷ്യൻ്റെ പാപം ദൈവത്തിൻ്റെ ഹൃദയത്തെ ദുഃഖിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, 2 അടിസ്ഥാന കാര്യങ്ങൾ പാപത്തെക്കുറിച്ച് നാം മനസ്സിലാക്കണം. ഒന്ന്, പാപം നമ്മുടെ ചിന്തകളിൽ നിന്നാണ് ആരംഭിക്കുന്നത്. നാം ചിന്തിക്കാത്ത ഒരു പാപം നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് പാപചിന്തകൾ ഹൃദയത്തിൽ ഉയരുമ്പോൾ തന്നെ അതിനെ മാറ്റി നല്ല ചിന്തകൾ വയ്ക്കാൻ നമുക്ക് കഴിയണം. പാപത്തിൻ്റെ ആ ഡൈനാമിക്സ് മനസ്സിലാക്കണം. 2, പാപത്തിൻ്റെ ഇഫക്റ്റ് എന്താണ് എന്ന് മനസ്സിലാക്കണം. പാപം മനുഷ്യർക്കെതിരെയാണ് നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് എന്ന് ചിന്തിക്കും. എന്നാൽ ആത്യന്തികമായി ഏതു പാപവും ദൈവത്തിനെതിരെയുള്ള ലംഘനങ്ങളാണ്. ദൈവത്തിൻ്റെ ഹൃദയത്തെ വേദനിപ്പിക്കുന്ന പ്രവൃത്തികളാണ് പാപമെന്ന് പറയുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കാം. നമ്മെ സ്നേഹിക്കുന്ന, നമുക്ക് വേണ്ടി രക്ഷയൊരുക്കി തന്ന, നമുക്ക് വേണ്ടി നന്മകൾ തരുന്ന ഈ ദൈവത്തിൻ്റെ ഹൃദയത്തെ വേദനിപ്പിക്കുന്ന പ്രവൃത്തിയാണ് എൻ്റെ പാപം എന്ന് ചിന്തിച്ചാൽ നമ്മുടെ പാപത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിന് വ്യത്യാസം വരും. പാപത്തെ കുറച്ചുകൂടി ഗൗരവമായിട്ട് കാണാൻ സാധിക്കും. പാപം സംബന്ധിച്ചൊരു ഹൃദയവേദന നമുക്ക് ഉണ്ടാകുവാൻ സാധിക്കും. അതുകൊണ്ട് പാപം അത്ര നിസ്സാരമായൊരു കാര്യമല്ല. ദൈവത്തിൻ്റെ ഹൃദയത്തെ തകർക്കുന്ന, ദൈവത്തിൻ്റെ ഹൃദയത്തെ വേദനിപ്പിക്കുന്ന പ്രവൃത്തി കൂടിയാണ് പാപം എന്ന് തിരിച്ചറിയുക. നമുക്ക് ദൈവത്തിൻ്റെ ഹൃദയത്തിന് വേദന ഉണ്ടാക്കാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതം ജീവിക്കാനായിട്ട് ശ്രമിക്കാം. ആ കാലഘട്ടത്തിലെ മനുഷ്യർ മുഴുവനും വഷളായി പോയതുപോലെ നമുക്ക് വഷളത്വത്തിൻ്റെ വഴിയിലല്ല, ദൈവപ്രസാദത്തിൻ്റെ വഴിയിൽ നടക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ.